അപ്പൊ അങ്ങോട്ട് കയറിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എനിക്ക് എത്ര പേരോട് പറഞ്ഞു? എത്ര ഏകദേശം എത്ര കണക്കുണ്ടാവും? ഒരു 19 പേരോട് പറഞ്ഞു. ഇഷ്ടം പോലെ അല്ലേ? 50 പേരെടുത്ത് പറഞ്ഞിട്ടും ഒരാള് പോലും അക്സെപ്റ്റ് ചെയ്തില്ല, എല്ലാവരും ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് എനിക്ക് തിരിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാള് പോലും എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്താ കാരണം? ഞാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ല, അതുകൊണ്ടായി. ഇപ്പോ റിയൽ ലൈഫിൽ ഇപ്പൊ നാട്ടിലാണെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷന് പോവാണെങ്കിലും ഒക്കെ ആ ഒരു എനിക്കുണ്ടായിരുന്നു. എന്നെ ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, ആരാട്ടനായിക്കോട്ടെ, അവർക്ക് മോശം പോലെ തോന്നി. അല്ലാണ്ട് പുള്ളിയുടെ കടം മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ പുള്ളി ആ പെട്ടിരിക്കുന്ന സമയത്ത്, അകത്ത് പോയ സമയത്ത് ഒരാളും ഇല്ല. ഞാനോ തന്നെ ഓടി വക്കീലിനെ റെഡിയാക്കി. അതായത് തലേന്ന് എനിക്ക് അറിയാമായിരുന്നു അറസ്റ്റ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം ഈ സാധനം കയറി പിടിച്ചിട്ടുണ്ട്. ഞാനാണ് ഒളിവിൽ കൊണ്ടുപോയത്, ഇല്ലെന്ന് ഞാൻ പറയാനുള്ള കാര്യം. ഞാൻ അപ്പോഴും പുള്ളിയുടെ കാല് പിടിച്ച് പറഞ്ഞു, അണ്ണാ ഇത് ട്രാപ്പാണ്. 11 മണിയായി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് എൻ്റെ മമ്മീനെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, മമ്മീനെ കണ്ടിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞു. മമ്മീനെ കാണാൻ വേണ്ടി പോയ പോക്കാൻ. നിങ്ങളെ മാത്രമാണോ വിലക്കിയത്? എല്ലാവരും വിളിക്കണ്ടായിരുന്നു, എന്നെ വിളിക്കണ്ടായിരുന്നു, എല്ലാവരും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ വീണ്ടും കയറി, ഇതിലൊന്നും വരാറില്ല. ഇപ്പൊ ഇവർക്ക് ഇപ്പോഴും വിലക്കുണ്ടോ അവിടെ? അല്ലെ, ഞാൻ മാത്രമേ പോകാറുള്ളൂ. അല്ല, ഞങ്ങളോട് അവിടെ കളമശ്ശേരി പോലീസുകാർ പറയണ, ഞാൻ റട്ടണ്ണൻ, അലൻ ജോസ് പെരേര, അഭിലാഷ്, ഞങ്ങൾ 4 പേരോടും അവിടെ പോയിരുന്ന പറയണം. കൂടുതൽ പുതിയ ആൾക്കാർ തന്നെയാണ് കാണിക്കുന്നത്. 2 സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ ഭയങ്കര ആൾക്കാരാണെന്ന വിചാരം. പക്ഷെ വേറെ കേസ് ഞാൻ പറയാം, അവർക്കൊക്കെ ഒരു അടിയായിരിക്കും. ഞാനൊക്കെ സിനിമയിൽ കയറി കഴിഞ്ഞാൽ ഇവരെന്നെ 4 കാര്യമുള്ള കള്ള്, പെണ്ണ്, ചതി, ഡ്രഗ്സ്. ഇത് 4 ഉണ്ട്. കള്ള്, പെണ്ണ്, ഡ്രഗ്സ് വരാൻ കാരണം അത് സർഗാത്മകയുടെ ഭാഗമാണ്, ക്രിയേറ്റിവിറ്റി പോലെ. ചതി വരാൻ കാരണം ബിസിനസ് ആയതുകൊണ്ടാണ്. ഈ 4 കാര്യം സിനിമ ഫീൽഡിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമാ നടൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നത് 500 പേരാ 300 പേരായിരിക്കും മല്ലേ. ഇവരുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നത് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം പേരാ. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ സിനിമാക്കാർ പേടിക്കുന്നുണ്ട്. സിനിമാക്കാർ തല്ല കുത്തി മറിഞ്ഞ് ഒന്നും ആവണില്ല. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കണേ, ഇവരുടെ ഒരു വീഡിയോ വെറുതെ വർത്തമാനം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടാൽ മതി, ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം പേര് കാണും. അവരൊരു വീഡിയോ ഇടട്ടെ, ഞാൻ വെല്ലുവിളിക്കണേ. 5 ലക്ഷം പേര് പോയിട്ട് 2000 പേര് കണ്ടല്ലേ. ഒരു ഗ്യാങ് വക്കീലുണ്ട്, എന്നെ ആദ്യം നൈസ് തിയേറ്ററിന് പുറത്താക്കി, അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം പ്ലാൻ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കളി നടന്നുണ്ട്. എന്തിനായിരിക്കും അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാം തുറന്നു പറയുന്ന ആളെ കൊണ്ട് പല സത്യങ്ങൾ, പല അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് വിയോജിപ്പുണ്ട്. അത് പലരെയും ബാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അധികം പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവനോടേക്കില്ല. ഇപ്പോൾ എന്താ പറയുക, മൂവിയിലെ ആക്ട്രസ് അവരോടൊക്കെ ക്രഷ് പറഞ്ഞു. ഇതൊന്നും അല്ലാണ്ട് ശരിക്ക് റിയൽ ലൈഫിൽ വേറെ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേര് തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേരോട് പറഞ്ഞിട്ടുമുണ്ട്. എല്ലാം വൺ സൈഡ് ലവ് ആയി. വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങോട്ട് കയറിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എനിക്ക് ഇഷ്ടം എത്ര ഏകദേശം എത്ര കണക്കുണ്ടാവും? ഒരു 19 പേരോട് പറഞ്ഞു. ഇഷ്ടം പോലെ അല്ലേ? 50 പേരെടുത്ത് പറഞ്ഞിട്ടും ഒരാള് പോലും അക്സെപ്റ്റ് ചെയ്തില്ല, എല്ലാവരും ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് എനിക്ക് തിരിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരാള് പോലും എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്താ കാരണം? ഞാൻ വലിയ ഗ്ലാമർ ഒന്നും ഇല്ല, അതുകൊണ്ടായിരിക്കും. ഗ്ലാമർ ആണോ ശരിക്കും ഇഷ്ടപ്പെടേണ്ടതിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്? ഗ്ലാമർ ഫാക്ടർ തന്നെയാണ്. ഭംഗി ഉണ്ടെങ്കിൽ ആളുകൾ ഇഷ്ടപ്പെടും. പൗരസ്ത്വം അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. ഒരു പക്ഷേ ഈ സൗന്ദര്യം എല്ലാവരും പറയും ആണുങ്ങൾക്ക് ലവും ആണുങ്ങൾക്ക് ലസ്റ്റും പെണ്ണുങ്ങൾക്ക് ലവ് ആണ്. പെണ്ണുങ്ങൾക്കും അട്രാക്ഷൻ തന്നെയാണ്. പണ്ട് മമ്മൂട്ടി ആയിരുന്നു, ജയനായിരുന്നു, അതിന് പിന്നെ മമ്മൂട്ടി, പിന്നെ പൃഥ്വിരാജ്, ഇപ്പൊ ടോവിനോ. പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. ഒരു പക്ഷേ ഇവരെ പോലെ താങ്കളും ഒരു ഫിലിം സ്റ്റാർ ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ക്രഷ് വരും തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, എന്നെ ആ രീതിയിലൊന്നും. ഇപ്പൊ പൃഥ്വിരാജ് പെണ്ണുങ്ങൾ കാണുകയുള്ളൂന്നല്ല എന്നെ കാണണം. എനിക്കൊരു കോമാളി ഇമേജ്, എനിക്ക് പലതരത്തിലുള്ള കോമാളി ഇമേജാണ്. അത് മാറ്റണം തോന്നിയിട്ടുണ്ടോ? ഈ ഒരു ഇമേജ് മാറ്റണമെന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ മാറാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാണ്, നമുക്ക് ഒരു ടൈം ട്രാവൽ കിട്ടിയെന്ന് വിചാരിക്കാം. ആ സമയത്ത് നിങ്ങൾ ഇപ്പം ഉണ്ടാക്കുന്ന ഈ നെഗറ്റീവ് ഇമേജ് ഒക്കെ മാറ്റിയിട്ട് വീണ്ടും പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ? ഞാൻ ജയിലിൽ പോയി വന്നപ്പോൾ രണ്ടാമത്തെ ഒരു ഫേസിലേക്ക് പോയി. ഞാൻ ആദ്യം വൈറലായപ്പോൾ എൻ്റെ ഫാദർ ഹോസ്പിറ്റലിലാണ്, എനിക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് വേണ്ട, നമ്മൾ പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. നല്ല കാര്യം പറഞ്ഞാലും നല്ല കാര്യം കാണിച്ചാൽ ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾ വൈറലാവുന്ന സമയത്ത് അച്ഛൻ ജീവനോടെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ മകൻ ഭയങ്കര ഫേമസ്? വൈറലായ ശേഷം
പുള്ളിക്ക് അറിയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ? പുള്ളി അന്ന് ഞാൻ ഫെബ്രുവരി 18 വൈറലായത്. ഫാദർ മരിച്ചത് മാർച്ച് 30 പുള്ളി ഒരിക്കൽ ഉറങ്ങണ രാത്രി എണീറ്റ് പറഞ്ഞു അവനെ ആരും തല്ലിയെന്ന് പറഞ്ഞു. ആ തല്ലിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഫാദർ മരിച്ച് പിന്നീട് വിത്തിൻ സെക്കൻഡ്സ് ഒരു ടീമിനെ അറ്റാക്ക് ചെയ്തതാണ്. പുള്ളി അന്നേ നേരത്തെ മുൻകൂട്ടി കണ്ടു. അച്ഛൻ അതായത് നേരത്തെ മകൻ ഇങ്ങനെ അന്ന് രാത്രി പുള്ളിനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ മോനെ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ? വൈറലായപ്പോൾ പുള്ളി ഹെൽത്ത് പ്രോബ്ലംസ് ആയിരുന്നു. നന്നായി സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്തായിരുന്നു നിങ്ങളെ ഏറ്റവും കുറിച്ച്? വലിയ ഡ്രീം എന്തായിരുന്നു അച്ഛൻ്റെ നിങ്ങളെ കുറിച്ചിട്ട്? ഞാൻ ഡോക്ടർ ആവുക, അങ്ങനെയൊക്കെ അക്കാഡമി ലൈനിൽ പോകാൻ താല്പര്യപ്പെട്ടു. എന്തു പറ്റി എന്നിട്ട് അച്ഛൻ്റെ ആ ഒരു ഇഷ്ടത്തിലോട്ട് ഫോളോ പക്ഷേ ചെയ്തു? പുള്ളി വളരെ ബ്രോഡ് മൈൻഡർ ആയിരുന്നു. പുള്ളി സിനിമയിലും കാണില്ലെങ്കിലും എനിക്ക് സിനിമ രൂപയിൽ തരികയായിരുന്നു. എനിക്ക് ഫിലോസഫി സിനിമയിൽ വേൾഡ് സിനിമയിൽ PhD ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബ്രോഡ് മൈൻഡർ ആളായിരുന്നു. പക്ഷേ അക്കാഡമിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചത്. എൻ്റെ ഫാമിലി അങ്ങനത്തെ ഫാമിലിയാണ്. എന്ത് പറ്റി? അതായത് ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് അക്കാഡമിക് തന്നെയാണ്, രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം നമ്മളിപ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറോ ഒരു ഫിലോസഫറോ ഒന്നും വലിയ ഫേമസ് അല്ല. ഫേമസ് ആണെങ്കിൽ ഇങ്ങനത്തെ ലൈനിൽ തന്നെ പോകണം. ഇപ്പോൾ PhD കംപ്ലീറ്റ് ചെയ്തോ? PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വരുമാനം എന്താണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. 50,000 അടുത്ത സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ യൂട്യൂബ് ഫേസ്ബുക്കിൽ കാശ് ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ SSL ഉണ്ട്. ഫിനാൻഷ്യൽ കുഴപ്പമില്ല. ഫിനാൻഷ്യൽ കുഴപ്പമില്ല പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ല ഈ വീട്ടുകാരുണ്ടാക്കിയിട്ട സ്വത്ത് ഒക്കെ ഉണ്ട്. അല്ല അതല്ലേ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 50,000 എൻ്റെ സ്കോളർഷിപ്പ്, ഒരു 30,000 ഞാൻ യൂട്യൂബ് ഫേസ്ബുക്കിൽ, 80,000 ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പെർ മന്ത്. അപ്പോൾ അതുകൊണ്ടാണോ അങ്ങനെ വേറെ ജോലിക്കൊന്നും പോവാതെ? അല്ലെങ്കിൽ ഒരു അല്ല എനിക്കിപ്പോൾ ഈ PhD ചെയ്യുമ്പോൾ സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ട് വേറെ ജോലി ചെയ്യാൻ പാടില്ല. വേറെ ഇതിലേക്ക് പോകാൻ പാടില്ല. ഫുൾ ടൈം റിസർച്ച് സ്കോളറാണ്. ഓക്കെ. അതായത് ഇപ്പോൾ മൂവി നമ്മൾ വീണ്ടും തിരിച്ച് മൂവിയിലോട്ട് വരാം. അതായത് ബസൂക്ക ചെയ്ത സമയത്ത് ഗൗതം വാസുദേവ് മേനോൻ ആയിട്ടാണല്ലോ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മൂപ്പർ എന്തോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, ജാടയാണ്, ജാടയല്ല, വളരെ സീരിയസ് ആണ്. ജാടയല്ല, പുള്ളി വളരെ സീരിയസ് ആണ്. പക്ഷേ ഇത്രയും സീരിയസ് ആയി പുള്ളി പോലും ചിരിച്ചു എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ. അതായത് നിങ്ങൾ ആ ടേക്ക് പോയ സമയത്ത് ചിരിച്ചു? അല്ല, പുള്ളി അങ്ങനെ ചിരിക്കുന്ന ആളല്ല, ഭയങ്കര ഗൗരവമാണ്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് ജാടയല്ല, ശരിക്കും വളരെ സീരിയസ് ആയ ആളാണ്. പക്ഷെ പുള്ളി ആ ഷൂട്ടിനിടയ്ക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ പുള്ളി തന്നെ ചിരിച്ചു പോയി. ഇത്രയും സീരിയസ് ആയ ആളാണ്. സംസാരിച്ചു. അങ്ങനെ വല്ല ഫ്രണ്ട്ലി ഒന്നും അല്ല. അല്ല, അതായത് ഇത്രയും സീരിയസ് ആയിട്ട് ആളാണ്, അങ്ങനെ ഫ്രണ്ട്ലി ഒന്നും അല്ല. മൂപ്പരുടെ മൂവിയിൽ വല്ല ചാൻസും ചോദിച്ചു? എന്നിട്ട് ചാൻസ് വല്ലതും ചോദിച്ചു? എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം വലിയ ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ വിളിച്ച് അഭിനയിപ്പിച്ചാണ്. ഞാൻ ബാഡ് ബോയ്സ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലെ ഒരുപാട് പേര് നല്ല ടാലൻറ്റഡ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്. അവർക്കൊന്നും നല്ല ചാൻസ് കിട്ടുന്നത്. എനിക്കിൽ കിട്ടാൻ കാരണം കഴിവുകൊണ്ടല്ല, പോപ്പുലാരിറ്റി കൊണ്ട് കിട്ടിയതാണ്. ശരിക്കും ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊന്നും ഇത് കിട്ടുന്നില്ല. ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്നില്ല, അത് വിശക്കുന്നവര്. വളരെയധികം ടാലന്റഡായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ജോർജ് ജോർജിൽ എത്ര വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയത്, വിക്രം, അങ്ങനെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അവർക്കൊന്നും കിട്ടുന്നില്ല. ഒരു താല്പര്യമില്ലാത്തവർക്കൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ മൂവിയിലെത്തി എന്ന് പറയില്ലേ, ഇപ്പോൾ ഒരു പക്ഷെ ഒരു മൂവി ചെയ്യാൻ അവസരം കിട്ടി. മൂവിയിൽ ഇപ്പോൾ ഡയറക്ടർ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അപ്പോൾ അങ്ങനെ അവസരം കിട്ടുന്ന സമയത്ത് ഏതായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? എനിക്ക് മൂവിയിൽ റിവ്യൂ ചെയ്യാനാണ് താല്പര്യം. പക്ഷേ പോപ്പുലാരിറ്റി മണിയിൽ കിട്ടണമെങ്കിൽ ആക്ടിങ്ങിൽ തന്നെ പോകണം. ഡയറക്ഷൻ ഫീൽഡിലുള്ള ബാക്കി ഫീൽഡിലെല്ലാം പോവുകയാണെങ്കിലും അത് പോപ്പുലാരിറ്റിയും ഇതും കിട്ടില്ല. ഇപ്പോൾ സിനിമാ ഫീൽഡിൽ ഒരുപാട് പേരുണ്ട്. സിനിമാറ്റോഗ്രാഫർ, സൗണ്ട് എഞ്ചിനീയർ, എഡിറ്റർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവസാനം ഫെയിമും മണിയെല്ലാം കൊണ്ടുപോകുന്ന ആക്ടേഴ്സുമാരുമാണ്. അപ്പോൾ അതാണ് സുഹാസ്ലി ഒരിക്കൽ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോയപ്പോൾ അവരുടെ ഫാദർ പറഞ്ഞു നിങ്ങൾ ആക്ടിങ്ങിൽ പോകാൻ പറഞ്ഞു. ആക്ടിങ്ങിൽ പോയാലാണ് പണവും പ്രശസ്തിയും കിട്ടുന്നത്. പക്ഷെ എനിക്കങ്ങനെ ആക്ട് ചെയ്യാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. വനിതാ തിയേറ്റർ ആയിരുന്നല്ലോ ഒരു തവണ വിലക്കിയിട്ടുണ്ടായിരുന്നത്. വനിതാ തിയേറ്റർ നിങ്ങളെ മാത്രമാണോ വിലക്കിയത്? വനിതാ തിയേറ്റർ പെരേരെ അതുപോലെ തന്നെ വിഷ്ണുവിനൊന്നും വിലക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വിലക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കേണ്ടായിരുന്നു, എല്ലാവരും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീണ്ടും കയറി, ഇവരൊന്നും വരാറില്ല. ഇപ്പോൾ ഇവർക്ക് ഇപ്പോഴും വിലക്കുണ്ടോ അവിടെ? അല്ല, ഞാൻ മാത്രമേ പോകാറുള്ളൂ. അല്ല, ഞങ്ങളോട് അവിടെ കളമശ്ശേരി പോലീസുകാർ പറയണ ഞാൻ, റട്ടണ്ണൻ, അലൻ ജോസ് പെരേര, അഭിലാഷ്, ഞങ്ങൾ 4 പേരോടും അവിടെ പോരുന്ന പറയണം. പോയെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം കാണിക്കുന്നത് ഭയങ്കര ഞങ്ങളെക്കാട്ടും വലിയ കോമാളിത്തരമുണ്ട് ഇപ്പം അതിൻ്റെ മുമ്പിൽ കിടന്ന് കാണിക്കുന്നത്. ഞങ്ങളവിടെ കോമാളിത്തരം കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു സെൽഫി എടുക്കുമെന്നല്ലാണ്ട്. പിന്നെ ഈ ആറാട്ടെണ്ണനും ഈ പേരൊക്കെയുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പോയി കൈ കൊടുക്കാൻ പോകും. ചില ആർട്ടിസ്റ്റുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. പക്ഷേ ഇവരുടെ കൂടെ നിൽക്കണോണ്ടാണ് എന്നോട് വരണ്ടെന്ന് പറഞ്ഞാൽ. പേഴ്സണലി ഞാൻ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ശരിക്ക് എങ്ങനെ നിങ്ങളെ ബാധിച്ചേ? അതായത് ഇപ്പോൾ വനിത അല്ലെങ്കിലും നമ്മൾ വേറെ ഇവിടെയാണ് വനിതാ തിയേറ്ററിലാണ് മീഡിയ വരുന്നത്, സെലിബ്രിറ്റീസ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈറലാവും.
വൈറലാവാൻ വേണ്ടി മാത്രമാണോ? അത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം, ആസ്വദിക്കാനല്ല. ഒരുപാട് പേര് അവിടെ വരാറുണ്ട്. കുറഞ്ഞു ഓരോ ആഴ്ച ഓരോ ആൾക്കാർ വരികയാണ്. വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വനിതാ തിയേറ്ററിൽ സിനിമ ഇറങ്ങുന്ന ദിവസമാണ് ആർട്ടിസ്റ്റ് അതിൽ അഭിനയിച്ചവർ വരുന്നത്. അതിൽ വരുന്നപ്പോൾ നമ്മൾ ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരും സെൽഫി എടുക്കാൻ വേണ്ടി ചെല്ലും. ഈ ആർട്ടിസ്റ്റുകൾക്ക് അറിയാം, ഈ സിനിമ റിലീസിൻ്റെ ദിവസം ഈ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ജനങ്ങൾ ചെന്ന് സെൽഫി എടുക്കും. ഇവർ ഈ ബോഡി ഗാർഡ്സിനെ വെച്ച് തള്ളി മാറ്റുകയാണ്. അപ്പോൾ അവരൊരു കാര്യം ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ ഒറ്റ കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഈ തള്ളി മാറ്റുന്നവരുടെ 150 രൂപ ഒരാൾ കൊണ്ട് മുടക്കിയിട്ടാണ് നിങ്ങളുടെ സിനിമ കാണുന്നത്. ഈ പൈസ മുടക്കി കഴിഞ്ഞിട്ട് ഇവർക്ക് താല്പര്യമില്ലെങ്കിൽ ആ സിനിമ റിലീസിൻ്റെ അന്ന് വരരുത് ഇവർ. ഇപ്പം ഈ കാണിക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്. അല്ലെങ്കിൽ ഇവർ ആ സിനിമ റിലീസിൻ്റെ അന്ന് അവർക്ക് അറിയാം അവിടെ ആൾക്കാരുണ്ടാവും, ഒരു സെൽഫി എടുക്കും. ഈ ആർട്ടിസ്റ്റുകൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഈ സെൽഫി എടുക്കാൻ വരുന്നവരെ എന്നെ ഉൾപ്പെടെ പിടിച്ച് നെഞ്ചത്തിട്ട് തള്ളിയിട്ടുണ്ട്. എനിക്കൊക്കെ അത് ഉള്ളിൽ കിടക്കണോണ്ടാണ് സിനിമാ നടൻ്റെ ആഗ്രഹം. എനിക്ക് ഏറ്റവും കൂടുതൽ മൂത്തത് വേറെ ഒന്നും കൊണ്ടല്ല, സിനിമാ നടനായിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കും എങ്ങനെ ജനങ്ങളുടെ അടുത്ത് അവർ സെൽഫി എടുത്തോട്ടെ. അവർ വിചാരിക്കണം ഇവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ചെന്നില്ല. ഒരാൾ വിചാരിക്കണാണ് ഇനി ഇവൻ്റെ പടം കാണണ്ട, അവൻ്റെ 150 രൂപ പോയാൽ. അങ്ങനെ അവൻ 10 പേരോട് പറയണാണ്. ആ 10 പേരോട് ഇവൻ പറയണ ഇവൻ ഭയങ്കര ജാടയടാ, അവൻ്റെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ഇങ്ങനെ പിടിച്ച് നെഞ്ചത്തിട്ട് തള്ളി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് മോശമല്ലേ. ഞാനപ്പോൾ എൻ്റെ ഉള്ളിലും അത് കിടക്കുന്നുണ്ട്. കാരണം എന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഈ ബോഡി ഗാർഡ്സിനെ വെച്ച് തള്ളി മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എന്തിന് ഇവരെ പടം 150 രൂപ എടുത്ത് കാണണം. എന്നിട്ട് അത് കാണുന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ പിടിച്ച് തള്ളി ഇടുകയാണ്. അത് ഇവർ തള്ളണ്ട, ഇവരെ കൂടെയുള്ള ബോഡി ഗാർഡ്സിനെ തള്ളുക. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ട്. ആ പുകച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് സിനിമാ നടനായിക്കഴിഞ്ഞാൽ ഞാനിത് കാണിച്ചു കൊടുക്കും, ജനങ്ങളോട് എങ്ങനെ പെരുമാറണം. മനസ്സിലായി? ജനങ്ങൾ പോയി അവരുടെ പടം പോയി 150 രൂപ മുടക്കിയിട്ട് കാണുന്നവരാ. അല്ലെങ്കിൽ ആ സിനിമയിൽ വരരുത്, ആ സിനിമ റിലീസിൻ്റെ അന്ന് വരരുത്, ഈ ആർട്ടിസ്റ്റുകളൊന്നും വരരുത്. വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കൂലേ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കൂലേ. ചില ആർട്ടിസ്റ്റ് മോഹൻലാൽ അല്ലെങ്കിൽ ദിലീപ് ഇവരെല്ലാം ഒരുപാട് പേർക്ക് ഇങ്ങനെ സെൽഫി ഇട്ട് കൊടുക്കുന്ന അങ്ങനെ പെരുമാറുന്നുണ്ട്. ചില ആർട്ടിസ്റ്റുകളാണ് ഭയങ്കര അഹങ്കാരത്തോടെ പെരുമാറുന്നത്. യൂത്ത് ഉള്ള ആളുകളാണോ കൂടുതൽ? പുതിയ ആൾക്കാർ തന്നെയാണ് കാണിക്കുന്നത്. 2 സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ ഭയങ്കര ആൾക്കാരാണെന്ന വിചാരം. പക്ഷെ വേറെ കേസ് ഞാൻ പറയാം, അവർക്കൊക്കെ ഒരു അടിയായിരിക്കും. ഞാനൊക്കെ സിനിമയ്ക്ക് കയറി കഴിഞ്ഞാൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അതൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്ന് പുകയാണ്. കാര്യം ഇവർ കാണിക്കുന്നത് കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും പോയിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര മോശം രീതിയിലാണ് പെരുമാറുന്നത്. എത്ര ആർട്ടിസ്റ്റുകളാണെന്ന് അറിയോ ഈ കൂടെയുള്ള ബൗൺസേഴ്സിനെ പിടിച്ച് ബൗൺസർമാരെ കൊണ്ട് തള്ളി മാറ്റിക്കണം. എന്തിനാ എന്നാൽ പിന്നെ ഇവർ പടത്തിന് ആ റിലീസിൻ്റെ അന്ന് വരാണ്ടിരിക്കുക. അവരുടെ സിനിമ 150 രൂപ മുടക്കി കാണണേല് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കണേന് എന്താ കുഴപ്പം? ഞാൻ അതാ ചോദിക്കുന്നത്. ലിമിറ്റേഷൻ എത്ര പേരെ വരുന്നത്, എല്ലാവരോടും ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? ലിമിറ്റേഷൻ പെരുമാറുന്നത് അന്ന് വരരുത്. ജനങ്ങൾ എന്തിനാ വരുന്നത്? ഒരു പരിപാടി വെക്കുമ്പോൾ ഇപ്പോൾ ആറാട്ടെണ്ണൻ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോൾ ജനങ്ങൾ അവർ വരുന്നത് അണ്ണൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ, അണ്ണൻ നെഞ്ചത്തിൽ തള്ളി മാറ്റി. ദിലീപ്, മോഹൻലാൽ ഇവരെല്ലാം ഒരുപാട് പേർക്ക് മണിക്കൂറോളം നിന്ന് സെൽഫിൽ കൊടുക്കാറുണ്ട്. പുതിയ ആൾക്കാരും പറഞ്ഞ പുതിയ ആൾക്കാരെ കുറച്ച് അങ്ങനെ പെരുമാറിയുണ്ടോ? പലപ്പോഴും ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത് എപ്പോഴാണ് ഞാൻ പല വീഡിയോസിൽ ഞാനും കണ്ടിട്ടുണ്ട്. പല ആളുകളും നിങ്ങൾ വരുമ്പോൾ തന്നെ എന്തോ ഭയങ്കരമായിട്ട് ഇത്രയും മോശം എന്നുള്ള രീതിയിൽ പല ഞങ്ങൾ വരുമ്പോൾ മാത്രമല്ല പല ആൾക്കാരും ചെല്ലുമ്പോഴും ഇവർ ഭയങ്കര മോശം രീതിയിലാണ് സെൽഫി എടുക്കാനൊക്കെ ആയിട്ട്. എൻ്റെ അടുത്ത് തന്നെ കുറേ പേര്, ഞാനൊന്നും വൈറലായിട്ടില്ല ടൈമിൽ, ഞാനൊക്കെ അന്ന് അണ്ണനെന്ന് അറിയാനൊന്നും പാടില്ല. എന്നോടൊക്കെ എൻ്റെ അവരുടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ഇവർ അവരുടെ ബോഡി ഗാർഡ്സിന് വെച്ച് എന്നെ തള്ളി താഴ്ത്തിട്ട്. അതിപ്പോ മനസ്സിലായി? അപ്പൊ നമ്മളൊരു അന്നൊരു പ്രേക്ഷകനായിരുന്നു. പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു സിനിമ സെൽഫി എടുക്കാൻ വരുമ്പോ പുള്ളി പറ്റില്ല പറയാം. അർഹതയില്ലാത്തവൻ്റെ കിട്ടുമ്പോഴുള്ള പ്രശ്നം ഇതാ. മനസ്സിലായി? ജനങ്ങളെ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പൊ അണ്ണൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കാറുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കാറുണ്ട്. നമ്മൾ തള്ളി മാറ്റാറുണ്ട? ഇല്ല, നമ്മ അവരെ ചേർത്ത് പിടിക്കാറേ ഉള്ളു. കാര്യം എന്തുകൊണ്ടാ? നമുക്ക് അവരെ വേണം, അവരില്ലെങ്കിൽ നമ്മളില്ല. അത് ചിന്തിച്ചാൽ മതി. ഇപ്പോ സിനിമാ ഫീൽഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹേമ കമ്മീഷൻ ഇങ്ങനെ പലതും ഉണ്ട്. അതൊന്നും ചർച്ച ചെയ്യാറ് ഇവരുടെ ചർച്ചാ വിഷയം ആറാട്ടൊന്നും പെരേരയും വനിതാ തിയേറ്ററൊക്കെയാണ്. ഇതിനെക്കാട്ടും ഒരുപാട് ഇഷ്യൂസ് മലയാളം സിനിമാ ഫീൽഡിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. ഹേമ കമ്മീഷൻ അങ്ങനത്തെ പല കാര്യമുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചേ പറയുന്നത്. ആദ്യം ഞങ്ങളെ അവിടെ നിന്ന് ഒതുക്കി, ആദ്യം തിയേറ്ററിന് പുറത്താക്കി. പിന്നെ ഈ അറസ്റ്റിന് പിന്നിലുള്ള സത്യം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇയാളുടെ പല വാക്കുകളും പലർക്കും കൊള്ളുന്നുണ്ട്. ഇയാളെ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടിയില്ല. ഇയാളിപ്പോ ഒരു കാര്യം പറഞ്ഞു, ഹേമ കമ്മിറ്റി അല്ലെ, അതിനെക്കുറിച്ച് ഇയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോ പലരും മിണ്ടുന്നില്ലല്ലോ. സിനിമാക്കാർ അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അവര് ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. അതെ, അത് ആദ്യം ഭയങ്കര വാർത്തയാകും, പിന്നെ അതിനെക്കുറിച്ച് ഒന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അപ്പം നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരല്ല. പിന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാർ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തിയേറ്ററിൽ വിലക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് മീഡിയാസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, അതായത് അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ ഉള്ളിടത്ത് മീഡിയക്കാരെത്തും, അല്ലെങ്കിൽ മീഡിയ ഉള്ളിടത്ത് ഞങ്ങൾ പോകണ്ട, ഞങ്ങളുള്ളിടത്ത് അവരെത്തും എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളിപ്പോ പടം സിനിമയുടെ പ്രൊമോഷൻ പേര് ഞാൻ പറയാനില്ല. പ്രൊമോഷൻ ഒരു ആൾ പറഞ്ഞു ഇവരെ എടുക്കണ്ടാവോ, ഞങ്ങളെ എടുക്കണ്ടാവോ, കാരണം മീഡിയ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ നടൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. വ്യൂസ് വരുന്നത് ചിലപ്പോൾ ഒരു 500 പേരാ 300 പേരായിരിക്കും വന്നത്. അലൻ ജോസ് പെരേര ആറാട്ടണ്ണൻ പറയട്ടെ, അല്ല അതെ ശരിയാണ്. ഇവരുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നത് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം പേരാ. അപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പോൾ സിനിമാക്കാർ പേടിക്കുന്നുണ്ട് ഇവരാ. കാര്യം അവരുടെ വീഡിയോനെക്കാട്ട് കൂടുതൽ കാണുന്ന ഇവരുടെയാണ് കൂടുതൽ ട്രോള് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇവരിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ട്രോൾ ആവുകയാണ്. സിനിമാക്കാർ തല്ല കുത്തി മറിഞ്ഞിട്ടും ഒന്നും ആവണില്ല. അവരൊരു വീഡിയോ എടുത്ത് അല്ല ഇവരുടെ ഒരു വീഡിയോ എടുത്ത് നോക്ക്, ഈ സിനിമാക്കാരുടെ ഒരു വീഡിയോ എടുത്ത് നോക്ക്, എത്ര വ്യൂസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കണേ, ഇവരുടെ ഒരു വീഡിയോ വെറുതെ വർത്താനം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടാൽ മതി, ഏറ്റവും കുറഞ്ഞ 5 ലക്ഷം പേര് കാണും. അവരൊരു വീഡിയോ ഇടട്ടെ, ഞാൻ വെല്ലുവിളിക്കണേ. 5 ലക്ഷം പേര് പോയിട്ട് 2000 പേര് കണ്ടല്ലേ, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ മീഡിയക്കാർക്ക് വേണ്ടത് നമ്മളെ അല്ലേ വ്യൂസ് ആണ് വേണ്ടത്, അത് നമ്മളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്ത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ ആണല്ലേ? എന്നാലും അത്ര ഒരുപാട് വർഷങ്ങളായി യൂട്യൂബ് ചാനൽ വൈറലായിട്ട് 3 വർഷമായി, ഒരു 2.5 വർഷമായി തുടങ്ങിയിട്ടല്ലോ ആണല്ലേ? പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ അതിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ യൂട്യൂബിൽ. അതൊന്നുമില്ലേ ഞാൻ ഉണ്ടാക്കാൻ ഒരു എന്നെ വെച്ച് വേറെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പറഞ്ഞപ്പോഴായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തു ആരെങ്കിലും? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസേബിൾ ചെയ്ത് കളഞ്ഞു. ആ അക്കൗണ്ട് ഇപ്പം ഇല്ല. 1 മില്യൺ റീച്ച് ആയിരുന്നു, എല്ലാ വീഡിയോസും 1 മില്യൺ റീച്ച് ആയിരുന്നു. ആ അക്കൗണ്ട് 2 തവണ ഡിസേബിൾ ചെയ്ത് കളഞ്ഞു. എനിക്കതൊരു പ്ലാൻ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. എന്നെ 130 ആദ്യം പുറത്താക്കി, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളഞ്ഞു, അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം ഒരു പ്ലാൻ തന്നെയാണ്. സിനിമാക്കാർ തന്നെയാണ്. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, എന്തോ തിരുവനന്തപുരം ബെൽറ്റ് ആണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരിക്കുന്നത്. ആരായിരിക്കും ഇതിന്റെ പിന്നിലുണ്ടായി? ഒരു ഗ്യാങ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ ആദ്യം നൈസ് തിയേറ്ററിന് പുറത്താക്കി, അത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളഞ്ഞു. അങ്ങനെ ഒരുപാട് കളി നടന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എന്തിനായിരിക്കും അവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഞാൻ വളരെ ഔട്ട്സ്പോക്കനാണ്, വളരെ തുറന്നു പറയുന്ന ആളാണ്. എല്ലാം തുറന്നു പറയുന്ന ആളെ കൊണ്ട് പല സത്യങ്ങൾ, പല അപ്രിയ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് വിയോജിപ്പുണ്ട്. പെരേര മാത്രമേ കാണിക്കില്ല, ഇങ്ങനത്തെ അപ്രിയ സത്യം പറയില്ല. ഞാൻ ഒരുപാട് അപ്രിയ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പലരെയും ബാധിച്ചിട്ടുണ്ട്. സിനിമയിൽ വരാണ്ട് സെലിബ്രിറ്റി ആയ ആൾക്കാരാ പറഞ്ഞ പറ്റില്ല. സിനിമയിൽ വന്നാൽ മാത്രമല്ല സെലിബ്രിറ്റി, സിനിമയിൽ ആകാമെന്ന് കാണിച്ചു തന്ന ആളാണ് ആറാട്ടണ്ണൻ. ഞാൻ അറിയാതായതാണ്, അറിയാതെ സംഭവിച്ചാണ്. ഈ യൂട്യൂബിന്റെ അതിന്റെ കവർ ഇമേജ് ഉണ്ട്, യൂട്യൂബിന്റെ കവർ ഇമേജ് ഉണ്ടല്ലോ, നമ്മളെ ഇങ്ങനെ കണ്ണൊക്കെ തുറിച്ച് ഭയങ്കര പേടിയാവുന്ന രീതിയിലാണല്ലോ ഒരു കവർ ഇമേജ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കണ്ട് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡ്രഗ് അടിക്കുന്ന ആളാണ്, കുടിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ബാഡ് ഹാബിറ്റ്സും ഇല്ല. ഞാൻ കുടിക്കാറുമില്ല, ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല, ഒരിക്കലും ഉപയോഗിച്ചിട്ടുമില്ല. ആ ഒരു പിക്ചർ മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ നാച്ചുറൽ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിലും ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ച് അങ്ങനെയൊന്നല്ല, വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏതെങ്കിലും പെൺകുട്ടി വന്ന് പറയാണ് ആറാട്ടണ്ണ ആ ഒരു പിക്കൊന്ന് മാറ്റുമെന്ന് ചോദിച്ചാൽ മാറ്റുമോ? ശരിക്കും പെൺകുട്ടികൾ പറഞ്ഞാൽ മാറ്റാം, പെൺകുട്ടികൾ പറഞ്ഞാൽ മാറ്റും. അത് എല്ലാവർക്കും അങ്ങനെയല്ല. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ ഉണ്ടല്ലോ. ഞാൻ പറയാണ് ഇപ്പൊ ആ ഒരു ഇതിന്റെ ഇമേജ് മാറ്റും എന്ന് പറഞ്ഞാൽ മാറ്റുമോ? എപ്പ മാറ്റിന്ന് വെച്ചാൽ മതി. ഞാൻ പറയാം അതൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെയല്ല. അല്ല അത് നോക്കട്ടെ, ആലോചിക്കാം. ഓക്കെ, ഇപ്പോ സ്വന്തം ചാനലിൽ റിവ്യൂസ് ഇടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സ്വന്തം ചാനലിൽ റിവ്യൂ വീഡിയോ ഇടാനാണോ ഇഷ്ടം, അതോ മറ്റു ചാനൽസിന് റിവ്യൂ കൊടുക്കാനാണോ ഇഷ്ടം? രണ്ടും ചെയ്യാറുണ്ട്. എൻ്റെ ചാനൽ ഇടാറുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കാം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ റീച്ച് കൂടുന്നു. എനിക്കിപ്പോൾ പോക്കിനെ പോലെ അങ്ങനെ എൻ്റെതായ ഒരു ഇതൊന്നുമില്ല. യൂട്യൂബിൽ ഇടുമ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യണ്ട. എന്നാൽ രണ്ടും ഞാൻ ചെയ്യാറുണ്ട്. യൂട്യൂബ് വീഡിയോ വനിതാ തിയേറ്റർ അവിടെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വരുന്നു, സെലിബ്രിറ്റീസ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര വൈറലാവില്ല. അവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ ആയത്.
ഈ യൂട്യൂബ് വീഡിയോന്റെ കാര്യം പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തൻ്റെ വീഡിയോസ്, അതായത് നമ്മളുടെ വീഡിയോസ് ഒട്ടും ക്ലിയർ ഇല്ല, മറ്റുള്ളവർ അത്ര ഒരു കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയില്ല സ്റ്റാൻഡേർഡ് വീഡിയോസ് ഇട്ട് ചെയ്യുമ്പോൾ ഓടില്ല. നിലവാരം കുറയുമ്പോൾ പുലിമൂരിന് സിനിമ ഇട്ടാൻ കാണുന്നത് എന്താ, ആ നിലവാരം കുറഞ്ഞപ്പോഴാണ്. ആ ഭയങ്കര ഹൈലി സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഇൻ്റലക്ച്വലായിട്ട് ഫിലോസഫികളും ക്വാണ്ടം മെക്കാനിക്സും ചെയ്യുന്നതും പോലില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ആണെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്നും മാറ്റണം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് അങ്ങനെ വീഡിയോ ഇടണം എന്നൊന്നും തോന്നിയിട്ടില്ല. പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ല പോസ്റ്റിൽ വെച്ച. പക്ഷെ എൻ്റെ വീഡിയോസ് അങ്ങനെയല്ല. എൻ്റെ ഒരു അൽഗോരിതം പറഞ്ഞാൽ കോൺട്രവേഴ്സി വരുമ്പോൾ ഞാൻ വിറ്റു ഏറ്റവും കൂടുതൽ ഓടും, അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല. ഞാൻ പലപ്പോഴും തമ്മിലിട്ട് പള്ളിയിൽ തോന്നി, പക്ഷെ അങ്ങനെയൊന്നല്ല. ഞാൻ എന്തെങ്കിലും കോൺട്രവേഴ്സിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്നു. താൻ എന്തിട്ടാലും അത് റീച്ച് കയറും, അത് പിന്നെ എല്ലാത്തും റീച്ച് ഒന്നുമില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ആളുകൾ പറഞ്ഞ പോലെ ഒരിക്കലും ഇത് മാറ്റണം വേണ്ട, ഞാനത് അങ്ങനെ തന്നെ ചെയ്തോളാം ഇപ്പോഴും വിചാരിക്കുന്നത്. ഞാൻ വളരെ നാച്ചുറലായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. എൻ്റെതായ സ്റ്റൈലിൽ ചെയ്യും, യൂണീക്ക്നെസ് ആയിരിക്കും. ഓക്കെ, ഭാവിയിൽ എപ്പോഴെങ്കിലും സ്വന്തമായിട്ടൊരു മൂവി ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുക, സ്വന്തമായിട്ടൊരു മൂവി. ആ സമയത്ത് ഇതുപോലെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ടീമൊക്കെ വന്നിട്ട് റിവ്യൂ പറഞ്ഞിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന, ഞാൻ അഭിനയിച്ചൊരു പടത്തിന്റെ പേര് പറയാനില്ല, ഞാൻ അഭിനയിച്ചൊരു പടത്തിൽ തന്നെ ഞാൻ റിവ്യൂ കൊടുത്തത്. അതുപോലെ മറ്റുള്ളവർ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ? സത്യമാണെങ്കിൽ അംഗീകരിക്കുക, നിഷ്പക്ഷമായിട്ട് റിവ്യൂ കൊടുക്കുക, യാതൊരു പക്ഷവും ചേരാതെ നിഷ്പക്ഷമായി റിവ്യൂ കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കണം. ഞാൻ ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ രണ്ടും പറയാം, പോസിറ്റീവ് നെഗറ്റീവ് പറയാം, പോസിറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രം പറയാറ്. മൂവി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു മൂവി ചെയ്യുകയാണെങ്കിൽ ആക്ടർ ആരായിരിക്കും അല്ലെങ്കിൽ ആക്ട്രസ് ആരായിരിക്കും എന്നുള്ളത്? അത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ആക്ടർ മോഹൻലാൽ, ആക്ട്രസ് മഞ്ജു വാര്യർ. ഒരു മൂവിയിൽ വില്ലൻ, നായകൻ, നായിക മൂന്നാളുണ്ട്. അപ്പം അതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് അലൻ ജോസ് പെരേര, അതുപോലെ തന്നെ ആറാട്ടനെ. ഇതിൽ ആറാട്ടനെ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? നായകനാണോ വില്ലനാണോ ചൂസ് ചെയ്യുക? ഞാൻ നായകനാവും, പെരേര വില്ലനായിക്കുന്നുള്ളത്. പെരേര കുറച്ചൊരു ഗ്രേഷ്യയുടെ പേഴ്സണാണ്, കുറച്ച് അത്ര എന്താണ്, കുറച്ച് അഹങ്കാരം, അങ്ങനെ കുറച്ച് നെഗറ്റീവുള്ള ആൾ തന്നെയാണ്. ജീവിതത്തിൽ ശരിക്കും പെരേര കുറച്ച് വില്ലൻ തന്നെയാണ്. അപ്പോഴും ആറാട്ടണ്ണൻ എപ്പോഴും നായകൻ നല്ലവനാണ്, ഞാൻ നല്ലവനാന്ന് പറയില്ലേ. എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, എനിക്കും ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പെരേരയുടെ എന്തോ ഒരു ഉള്ളിൽ എന്തെങ്കിലും ഇപ്പോഴും ഒരു ശത്രുത. അങ്ങനൊന്നുമില്ല, ജസ്റ്റ് പറയുമ്പോൾ പറയുന്നതേ ഉള്ളൂ. പുള്ളിയുടെ വീഡിയോ ഒന്നും അനങ്ങിയില്ലെങ്കിൽ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം പറയാം, പുള്ളിയുടെ വീഡിയോ ഇപ്പൊ അനങ്ങിയില്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ പെരേരനെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യും. അതാണ് എല്ലാവരും ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല. അപ്പൊ ഒരു ദിവസം പെരേര ഒരു ഓൺലൈൻ വീഡിയോക്കാരോട് പറഞ്ഞു അണ്ണന് റീച്ച് ഇല്ലെന്ന് പറഞ്ഞു. ഞാനപ്പോ അവനോട് പറഞ്ഞു, എടാ ഇതിനുള്ള പണി നിനക്ക് അണ്ണൻ തരൂട്ടാ. അന്ന് രാത്രി അത് ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം പേര് ആ വീഡിയോ കയറി. 8 ലക്ഷം 8 മില്യൺ അല്ല, അത് പറയട്ടെ. അത് കഴിഞ്ഞപ്പോ അണ്ണൻ എന്ത് ചെയ്ത് പെരേരനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊരു വീഡിയോ കയറി പറഞ്ഞു. അപ്പൊ അണ്ണന് റീച്ച് ഇല്ലെന്നും പറഞ്ഞ് അണ്ണൻ ചെയ്ത പണിയാണ്. 8 മില്യൺ കയറിയത്. 8 മില്യൺ പറയാൻ കൊള്ളാൻ വീഡിയോ അല്ല. പെരേരയെ കുറ്റം പറഞ്ഞ അല്ല, പുള്ളി സമയം ഞാനാണെങ്കിൽ പുള്ളി അല്ല റീച്ച് ഇല്ലെന്ന് പറഞ്ഞോണ്ട് തിരിച്ചടിച്ചതാ, പക്ഷെ അത് 8 മില്യൺ കയറി. അതെ, പെരേരയെ കുറിച്ച് അത് ഞാൻ ചെയ്ത് കുറച്ച് കൂടിപ്പോയി, എന്താ അവന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും പിടിച്ച് പൊട്ടിച്ചേരണം. പുള്ളി അത് ക്ഷമിക്കുക ചെയ്ത. അല്ല, അത് പൊട്ടിക്കാൻ ഞാനാ പറഞ്ഞത്. നമ്മള് ആ ഒരു രീതിയിൽ നിൽക്കുക, നിന്നെ കുറ്റം പറയാ, നീ തിരിച്ചു സത്യമാണ്, പറയാൻ പാടില്ല, സത്യമാണ്. പക്ഷെ അത് പബ്ലിക്കിലോട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാ. അണ്ണൻ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ ഒട്ടും ഇല്ല? ഞാനും പുള്ളി 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, ഒരു അനിയനെ പോലെയാണ്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും നിങ്ങൾ എന്താ പറയാ ഹോണസ്റ്റ് അല്ലാത്ത രീതിയിലല്ലേ പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും. ആണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഒരാളുടെ പറയാൻ പാടില്ല, ചിലത് പറയാൻ പാടില്ല, ചില കാര്യം പേഴ്സണൽ കാര്യങ്ങളായിരുന്നു പറയാൻ പാടില്ല. അതില് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പുള്ളി എന്നെ ക്ഷമിച്ചിട്ടുണ്ട്. വേറൊരാളാണ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്താണ്. ഇങ്ങനെ കുറിച്ചാണ് കേട്ടെങ്കിൽ ഇങ്ങനെ എന്നെ പിടിച്ച് അടിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ടോ? പുള്ളി പറഞ്ഞില്ല, പുള്ളി ഒരുപാട് ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു കൊശിക്കാരനെ കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരേരയായാലും ഇതേപോലത്തെ പൊട്ടം കളിക്കാൻ നിൽക്കാറില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ കൂടുതൽ അങ്ങോട്ട് പൊട്ടം കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളെ കുറിച്ച് പറയും. അതുകൊണ്ട് ഓവറായിട്ട് നിൽക്കൂല. എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പറയും, അണ്ണാ ഇനി ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് അത് പോവുക, എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ പോവും, കൂടെ പോവും, വീട്ടിൽ കൊണ്ടാക്കും, പരിപാടി കഴിഞ്ഞ്.
പെരേന്ന് വെച്ചാൽ ഇവർ അങ്ങാടും ഇങ്ങാടും ആദ്യമേ തന്നെ കണക്റ്റിങ് ആണല്ലോ. അപ്പം അങ്ങാടും ഇങ്ങാടും ഉള്ളിലൊരു ഇതുണ്ട്. അവനാണ് എന്നോട് പറയും, ഓ അണ്ണൻ അങ്ങനെ പറഞ്ഞു. അവൻ അത് പോട്ടെ, നിന്നെ പറ്റി അണ്ണൻ സോഷ്യൽ മീഡിയയിലെ ഒരു മമ്മൂട്ടി മോല പോലെയാണ് ഞാൻ. അതെ അതെ അതെ, ഇതിന്റെ ഇടയിൽ നിൽക്കണ ഞാനാ. എപ്പോഴെങ്കിലും ആറാട്ടണ്ണനെ തല്ലണം തോന്നിയിട്ടുണ്ടോ? തല്ലണം തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ പറയാം. തല്ലണം തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഇടക്ക് അണ്ണൻ ഈ ഒരു വിവാദത്തിൽപ്പെട്ട് അകത്ത് പോയായിരുന്നു. അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുള്ളീനെ സപ്പോർട്ട് ചെയ്യണമില്ല. പുള്ളി ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ഭയങ്കര മോശമായി പോയി. കാര്യം എന്താ വെച്ചാൽ ഞാനും സിനിമ ഫീൽഡിലേക്ക് നിൽക്കുന്ന ഒരാളാണ്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലെവലിലായാലും നിൽക്കുന്ന ഒരാളാണ്. പുള്ളി അത് ചെയ്തപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു അത് ചെയ്യേണ്ടയില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഒരു സ്ത്രീകളെ മൊത്തം അല്ലേ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കണം. അതിൽ പുള്ളി അകത്ത് പോയി. പക്ഷേ ആ സമയത്ത് പുള്ളി അകത്ത് പോയ സമയത്ത് പുള്ളിനെ സഹായിക്കാൻ ആരുമില്ല. ഒരുപാട് പേർക്ക് പുള്ളി പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി എനിക്ക് ഇതുവരെയായിട്ട് പൈസ ഇട്ട് സഹായിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് പേടിയാ, നാളെ ഒരു ഇയാൾ അത് വീഡിയോയിൽ വിളിച്ച് പറയുന്ന പേടിയുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് കടമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതാ. ഇപ്പോഴും ഞാൻ എന്താ ഇരുത്തി പറയുന്നത്, ഇയാളുടെ കയ്യിൽ നിന്ന് കടമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ അണ്ണാ എനിക്ക് ഒരു 1000 രൂപ തന്നോട്ടാ, അല്ലെങ്കിൽ വണ്ടി ഓടുമ്പോൾ അണ്ണാ ഒരു 200 രൂപ പെട്രോൾ അടിക്കുക, അല്ലേ ശരിയല്ലേ? അല്ലാണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ പുള്ളി ആ പെട്ടിരിക്കുന്ന സമയത്ത്, അകത്ത് പോയ സമയത്ത് ഒരാളും ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട. ഞാനോ തന്നെ ഓടി വക്കീലിനെ റെഡിയാക്കി. അതായത് തലേന്ന് എനിക്ക് അറിയാമായിരുന്നു അറസ്റ്റ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം ഈ സാധനം കയറി പിടിച്ചിട്ടുണ്ട് അണ്ണാന്നും പറഞ്ഞിട്ടാണ് അന്ന് രാത്രി ശരിക്കും അറസ്റ്റ് ആവേണ്ടതായിരുന്നു. ഞാനാണ് ഒളിവിൽ കൊണ്ടുപോയത്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, ഇത് അകത്താക്കാനുള്ള പരിപാടിയാണ്. അണ്ണൻ ജാമ്യം കിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഒരു സേഫ് ആയിട്ടൊരു ലോഡ്ജിൽ കൊണ്ട് ഞാൻ താമസിപ്പിച്ച്. പക്ഷെ പുള്ളിക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അമ്മേനെ കാണണം, ഗുളിക കഴിക്കണം, ആ ഒരു ടെൻഷനായി. ഞാൻ അപ്പോഴും പുള്ളിയുടെ കാല് പിടിച്ച് പറഞ്ഞു, അണ്ണ ഇത് ട്രാപ്പാണ്, ഒരു കാരണവശാലും പോകല്ലേ. കാര്യം മീഡിയയിൽ മൊത്തം അണ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേണ്. ഞാൻ കാല് പിടിച്ച് പുള്ളിനോട് പറഞ്ഞു, പുള്ളിയുടെ മൊബൈൽ ഞാൻ ഓഫ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അതായത് അപ്പോഴേക്കും പുള്ളി ഞാൻ ശരിക്കും ഓടി. കാര്യം എന്താ വെച്ചാൽ നമ്മള് ആ സമയത്താണ് കൂടെ നിൽക്കേണ്ടത്. ഒരാള് തകർന്നിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഞാനും കൂടി നിന്നില്ലെങ്കിൽ പുള്ളി ആകെ തകർന്നു പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ സമയത്ത് ആരും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞില്ല എനിക്ക് എൻ്റെ മമ്മീനെ കാണണം. 11 മണിയായി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് എൻ്റെ മമ്മീനെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, മമ്മീനെ കണ്ടിട്ട് വേഗം വാന്നും പറഞ്ഞു മമ്മീനെ കാണാൻ വേണ്ടി പോയ പോക്ക. പിറ്റേ ദിവസം മമ്മീനെ കാണാൻ പോയി. പിന്നെ അറിയണ് അപ്പം ഞാൻ വണ്ടി വളക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ തൊട്ട വണ്ടി മഫ്തിയിലല്ലേ വന്നത് പോലീസ്. നമുക്ക് ആരും പ്രതീക്ഷിക്കാതെയാണ്, പോലീസ് യൂണിഫോമിലല്ലായിരുന്നു വന്നത് അല്ലേ. ആ വന്ന് അണ്ണനെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പിന്നെ ഞാൻ സ്റ്റേഷൻ്റെ വാതിക്കൽ ചെന്ന് പിന്നപ്പോൾ ഞാൻ എൻ്റെ വക്കീലിനായിട്ട് ഓൾറെഡി തലേന്ന് രാത്രി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വക്കീൽ പറഞ്ഞാണ് ഹാജരാവണ്ടെന്ന് അണ്ണനോട് പറഞ്ഞതാ, മാറി നിൽക്കി ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇത്. പക്ഷെ പുള്ളിക്ക് മമ്മീനെ കാണാണ്ട് നിൽക്കാൻ പറ്റില്ല. പുള്ളി മമ്മീനെ കാണാൻ വേണ്ടി പോയതാണ്, അറസ്റ്റ് ആയി പിറ്റേ ദിവസം. ഫോണോ സ്വിച്ച് ഓൺ ചെയ്തു? സ്വിച്ച് ഓൺ ചെയ്തത് എപ്പോഴാണ്? സ്വിച്ച് ഓൺ ചെയ്താലും അല്ല, വേറെ കാര്യമുണ്ട്. വീട്ടിൽ ചെല്ലല്ലോ, മമ്മീനെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയില്ലോ നമ്മ. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. പല ആൾക്കാരും അതിലെന്നെ ഒരുപാട് എന്നെ കുറെ പേര് അങ്ങനെയാണ്, നിന്റെ ഇതാണ് അങ്ങനെ. ശരിയാണ്, പുള്ളി ചെയ്ത് തെറ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. വളരെയധികം പുള്ളി ഒരിക്കലും പറയാൻ പാടില്ലത്. പക്ഷേ അതായത് ഒരുപാട് സിനിമാക്കാരെ ആട്ടും തുപ്പും കേട്ട ഒരാളെ ഞാൻ. ആ സിനിമയിൽ നിന്ന് എന്നെ പുറത്ത്, അതായത് ഒരു നല്ല അവസരം തരാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് പല ജോലിക്കൊക്കെ എന്നെ വിട്ടിട്ടുണ്ട്. അന്നേരം ആ ജോലിയൊക്കെ ചെയ്ത് ഈ വണ്ടി ഓടി ഭയങ്കര ലോങ് യാത്രയൊക്കെ ചെയ്ത് അടുത്ത സിനിമയിൽ നീ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓഡിഷൻ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ അത് 50,000 രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ സിനിമാക്കാരുടെ കുറെ ചവിട്ടും കുത്തും കൊണ്ടിട്ടാണ് ലാസ്റ്റ് ഞാൻ വന്ന് പെടണം, ഇവരുടെ അടുത്താ വന്ന് പെടണം. ഇവരെന്നെ 4 കാര്യമുള്ള കള്ള്, പെണ്ണ്, ചതി, ഡ്രഗ്സ്, ഇത് 4 ഉണ്ട്. ഏതില്? സിനിമയല്ല, ഈ 4 കാര്യങ്ങളുണ്ട്. കള്ള്, പെണ്ണ്, ഡ്രഗ്സ് വരാൻ കാരണം അത് സർഗാത്മകയുടെ ഭാഗമാണ്, ക്രിയേറ്റിവിറ്റി പോലെ. ചതി വരാൻ കാരണം ബിസിനസ് ആയതുകൊണ്ടാണ്. ഈ 4 കാര്യം സിനിമ ഫീൽഡിലുണ്ട്. അതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ആറാട്ടെണ്ണം എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നം, അതാണ് പ്രശ്നം. ഇതെല്ലാം സിനിമ ഫീൽഡിലുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയേറെ ശ്രീകുമാരൻ തമ്പി ആള് ചോദിച്ചു കള്ളും പെണ്ണില്ലാത്ത ഏതെങ്കിലും സിനിമാക്കാരുണ്ടോ? ശ്രീകുമാരൻ തമ്പിയെ ചോദിച്ചത്. അത് അണ്ണൻ ചോദിച്ച കേസായനെ. ഇപ്പൊ തൊട്ടു മുന്നേ പറഞ്ഞില്ലേ, ഞാൻ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു കടമായിട്ട് വാങ്ങാറില്ല, ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങളിൽ നിന്ന് ഇവര്, ഇല്ലല്ലോ. എന്നിട്ടും എങ്ങനെ ഇയാൾക്ക് വേണ്ടിട്ട് ഇത്രയൊക്കെ ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ 2 പേര് വന്ന് 2 പേരെങ്കിൽ 2 പേര് വന്ന് എന്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഞാൻ പണ്ട് ആഗ്രഹിച്ചതാ. അതായത് ഈ സിനിമ ഫീൽഡിൽ ഇറങ്ങി ഞാൻ പൈസ മുടക്കി പഠിച്ചിട്ടും എനിക്കൊന്നും ആവാൻ പറ്റുള്ള സിനിമാക്കാർ പല ഡയറക്ടർമാരും എന്നെ ചതിച്ചിട്ടുണ്ട്.
അടുത്ത പടം തുടങ്ങുമ്പോൾ അവസരം തരാന്ന് പറഞ്ഞ് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവർ മാറി നിൽക്കുക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ പല സിനിമാക്കാരും അവരിപ്പോൾ വീഡിയോ ഇത് കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാവും അവർ എൻ്റെ അടുത്ത് ചെയ്ത കാര്യങ്ങൾ. അതൊക്കെ ഞാൻ ഇപ്പോഴല്ല, ഞാനൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ഞാൻ പറയും, എന്നെ ചതിച്ചത്. അതായത് സിനിമാക്കാരി പല ഡയറക്ടർമാരും അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരൊക്കെ എന്നെ ചവിട്ടി പുറത്താക്കിയപ്പോഴും പുള്ളി എൻ്റെ അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനോട് എന്നെ പിടിച്ച് കയറ്റി അവരുടെ കൂടെ നിർത്തി. ഇപ്പോൾ എന്ത് പൊട്ടത്തരം കാണിച്ചിട്ടായാലും ജനങ്ങളുടെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് അതെ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്, എന്നെ ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ വിളിക്കുന്നുണ്ട്, 2 സിനിമ അടുത്ത് തന്നെ കമ്മിറ്റ് ആവാൻ പോകുന്നുണ്ട് ഒരു പുതിയ ഡയറക്ടർമാർ. അപ്പോൾ അവർ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പേര് പറയരുത്, കാര്യം ഈ സിനിമാക്കാർ വിളിച്ച് മുടക്കുന്നുണ്ട്, എന്നെ പെരേരനെ എടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആരോ വിളിച്ച് കണക്ട് ചെയ്യുന്നുണ്ട് എടുക്കണ്ടെന്ന് പറയും. അങ്ങനെ ഇതേപോലെ സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് 2 സിനിമയിൽ നിന്ന് ഔട്ടായിപ്പോയി. അപ്പോൾ ഇപ്പം ഞങ്ങൾ സീരിയലിൽ അഭിനയിച്ചായിരുന്നു, മീനൂസ് കിച്ചൺ സീരിയലിൽ ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ടും അതിൽ 3-4 സീനിൽ ഞാനുണ്ടായിരുന്നു, അലൻ ജോസ് പെരേര ബ്രോക്കറായിട്ട്. അങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്ത് ചതി എന്നും പറഞ്ഞാൽ ആദ്യം അവസാനം വരെ ഒരു കൊടൂര വില്ലനായിട്ടുള്ള പടം ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഗായത്രി സുരേഷും കിച്ചു ടെലസും കൂടി അഭിനയിച്ച ഒരു പടത്തിൽ ഞാൻ കള്ളനായിട്ടൊരു പടം, അതും ഒരു ഷൂട്ട് കഴിഞ്ഞ് ഡബിന് കയറിയേക്കണേന്ന്. ഇയാളെ പൊട്ടൻ ചിരിക്കും. പുള്ളിക്ക് കോമഡി ഈ കൊച്ചി അലിഫോടെ ആക്ടർ ആവാൻ പറ്റും, കോമഡിയും പറ്റും വില്ലനും പറ്റും, രണ്ടും പറ്റും. അത് പഠിച്ചിറങ്ങിയോണ്ടല്ലോ നമ്മ അത്രയും പൈസ കൊടുത്ത് പഠിച്ചിറങ്ങിയപ്പോ ആ പഠിച്ച ആൾക്കാർ എന്താ പറഞ്ഞ ഉടനെ സിനിമയിൽ കയറ്റു എന്ന് പറഞ്ഞ, പക്ഷെ അവരും ചതിച്ച്. ഇതൊക്കെ വിളിച്ച് പറയേണ്ട ഒരു ടൈം പേര് ചതി അല്ല. വേറൊരു കേസ് എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് പൈസ മുടക്കണ ആ ഒരു ഇൻഡസ്ട്രി പഠിച്ചെടുത്ത്. അപ്പൊ അതിലെ ആൾക്കാർ നമുക്ക് വാഗ്ദാനം തന്നായിരുന്നു അവർ പിടിക്കണ പടത്തിൽ ചാൻസ് തരാന്ന്. പക്ഷെ അവര് പടം പിടിക്കുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോ അവര് വലിഞ്ഞു കളഞ്ഞു, മനസ്സിലായോ? അതൊക്കെ നമുക്കൊന്ന് വിളിച്ച് പറയണം. ഒരു കലയല്ല, കലയെക്കാട്ടും ബിസിനസ്സാണ്. ശരിയാ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം നടക്കുന്നത്. കേസ് വന്ന സമയത്ത് ഫിനാൻഷ്യലി ആരായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്? നല്ല പേഴ്സണൽ കാര്യം നമ്മൾ പറയണ്ട. എന്റെ സിസ്റ്റർ സപ്പോർട്ട് ചെയ്യും, എന്റെ സിസ്റ്റർ ഡോക്ടറാണ്, പുള്ളിക്കാരൻ സപ്പോർട്ട്. ഫിനാൻഷ്യലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വേണ്ടാന്ന് വക്കീൽ പറഞ്ഞായിരുന്നു. കാര്യം ഞാൻ വക്കീലിനോട് പറഞ്ഞായിരുന്നു, ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുള്ളിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, പുള്ളി എത്ര രൂപ ചിലവായാലും ചേട്ടന് തരും. ആ ഒരു എഗ്രിമെന്റ് ഞാൻ വക്കീലിനായിട്ട് വെച്ചായിരുന്നു. അതായത് പുള്ളി ഇറങ്ങി കഴിയുമ്പോൾ ചേട്ടൻ എത്ര മുടക്കി കഴിഞ്ഞാൽ ആ പൈസ തരുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീഡിയോ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, പുള്ളീനെ ആരും സഹായിക്കാനില്ല എന്നും പറഞ്ഞൊരു വീഡിയോ വളരെ വിഷമത്തോടെ ചെയ്തായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലായി കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ സിസ്റ്ററൊക്കെ അറിഞ്ഞ് സഹായമായിട്ട് വന്നത്. അതുവരെ ആരും ഉണ്ടായില്ല. ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി ഓരോരുത്തർ വരാൻ തുടങ്ങിയത്, പുള്ളിയുടെ റിലേഷൻ ആയാലും ആരായാലും. കോൺടാക്ട്സ് ഉണ്ട്. ഈ സമയത്ത് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ വളരെ ഹെൽപ്പിംഗ് ആയിരുന്നു. അതിന് മുമ്പ് കുറച്ച് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഈ സഹായം വന്നപ്പോൾ അവരെല്ലാം വളരെ ഹെൽപ്പിംഗ് ആയിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടോ നീ കാരണം ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ ഒരു മൂത്ത സിസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്രസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം, അവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഡൈനിങ് ഇങ്ങനൊന്നും വരില്ലായിരുന്നു. കുറച്ചുകൂടെ ഇപ്പോൾ ഗൈഡൻസും ഇല്ല, ചോദിക്കാനും പറയാൻ അഡ്വൈസ് ചെയ്യാൻ ആരും ഇല്ല, ചോദിക്കാനും പറയാൻ ആരും, അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പൊ തോന്നിയിട്ടില്ലേ, അതായത് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ പുള്ളിണ്ടാണെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലേ? എന്ന് ഇപ്പോഴെങ്കിലും ഒരുപാട് അഡ്വൈസ് കിട്ടിയാണ്, ഈ ഒരു ലെവലിലേക്ക് പോവില്ല. ഇപ്പൊ ചോദിക്കാനും പറയാനും അഡ്വൈസ് തരാനും ആരും ഇല്ല. അപ്പോ സിനിമ ഫീൽഡിൽ കുറെ ആളുകളായിട്ട് മീൻസ് വലിയ കോണ്ടാക്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സ്റ്റാർ ആരായിരിക്കും, ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി കോണ്ടാക്ട് ഉള്ളത്? ഞാൻ പേര് പറയുന്നില്ല, ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേരായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഒരുപാട് പേര്. അണ്ണൻ്റെ എല്ലാ നടന്മാരുടെയും നമ്പർ ഉണ്ട്, സീരിയസ് ആയിട്ട് പറഞ്ഞ അത് പുറത്ത് പറയുന്നില്ല. അല്ല, നടന്മാർ നടിമാർ എല്ലാവരും കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ അത് പറയുന്നില്ല. പറഞ്ഞു തന്നാ ഇതെങ്ങനെ കോണ്ടാക്ട് നമ്മൾ അവരുടെ അടുത്ത് ഇവരുടെ അടുത്ത് കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇവരെ വിളിക്കാറുണ്ടോ? പല നടന്മാരും അങ്ങോട്ടാ വിളിക്കുന്നത്. ചിലപ്പോ സിനിമ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാറില്ലേ, ഞങ്ങൾ സിനിമ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കാറില്ലേ ചിലപ്പോ ചില സിനിമ നടന്മാരെ. കോണ്ടാക്ട്സ് ഉണ്ട്, ഞാൻ പേര് പറയാറില്ല, കാരണം അത് അവരെ ബാധിക്കും. ചില സിനിമാക്കാര് വേറെ പേര് പറയുന്നില്ല, ചില സിനിമാക്കാര് വേറൊരു കാര്യമുണ്ട്, വേറൊരു ചില സിനിമാ നടന്മാര് നമുക്ക് പേഴ്സണലി ടിക്കറ്റ് അടിച്ചു തരും, ഒന്ന് പോയി കണ്ട് 2 റിവ്യൂ പറയണം. കാര്യം ഞങ്ങൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെന്ന് സിനിമാക്കാർക്ക് അറിയാം. അപ്പോൾ ചില സിനിമാ നടന്മാർ ഞങ്ങൾക്ക് ടിക്കറ്റ് അടിച്ചു തന്നിട്ട് പോയി ഒന്ന് കണ്ട് ഒന്ന് റിവ്യൂ പറയണോട്ടാന്ന് പറയും. ഞങ്ങൾക്ക് പൈസ ചിലവില്ല, ഞങ്ങൾ പോയിട്ട് അത് നല്ല നല്ല വലിയ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ പോയിരുന്ന് കണ്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ മീഡിയക്കാർ ഞങ്ങളൊരു വിളിച്ചാൽ അവിടെ മീഡിയാസ് ഓൺലൈൻ മീഡിയക്കാർ പറഞ്ഞെത്തും ഞങ്ങൾ ഇന്ന സ്പോട്ടിലുണ്ട്. അതായത് വനിതാ തിയേറ്റർ വേണമെന്നില്ല, ഇപ്പം ഞങ്ങളിപ്പോൾ ഫോറം മാളിലാണ് സിനിമ കാണണം, ഞങ്ങൾ ഫോറം മാളിലുണ്ടെന്നൊരു വിളിച്ചാൽ അവരവിടെ പറഞ്ഞെത്തും ഇന്നൊരു പടം. അല്ല, ഞങ്ങളെല്ലാം വൈറലാകാൻ കാരണം ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാരാണ്. സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എറണാകുളത്താണ് കുറെ മീഡിയക്കാരുണ്ട്, അതുകൊണ്ടൊക്കെയാണ് വൈറലായത്.
ഓൺലൈനായിട്ട് ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഫെയിം ആണല്ലോ. ഇപ്പൊ ആൾക്കാർക്ക് സിനിമയെക്കാട്ടും സിനിമ പണ്ട് എന്റർടൈൻമെന്റ്, ഇപ്പൊ സിനിമയെക്കാട്ടും എന്റർടൈൻമെന്റ് ഓൺലൈനാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിലെ ആൾക്കാരാണ് ഏറ്റവും പോപ്പുലർ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതിലൊരു പോപ്പുലാരിറ്റി ഉണ്ട്. അത് നെഗറ്റീവ് പോപ്പുലാരിറ്റി കുറേ. ഓക്കെ, അത് റിയൽ ലൈഫിലും ഉണ്ടോ ശരിക്കും? ഇപ്പൊ അത് ഓൺലൈൻ ആണല്ലോ നിങ്ങൾക്ക് ഇത്രയും ഫെയിം ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റിയൽ ലൈഫിൽ ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇപ്പൊ ഒരു ഫാമിലി ഫംഗ്ഷന് പോവാണെങ്കിലും ഒക്കെ ആ ഒരു എനിക്കുണ്ടായിരുന്നു. എന്നെ ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, ആരാട്ടനായിക്കൊണ്ട് അവർക്ക് മോശം പോലെ തോന്നി. പേരേരക്കിൽ അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്, എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പേരനെ പുറത്താക്കി കല്യാണത്തിന്, സ്വന്തം അടുത്തുള്ള ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണ്? എന്നെ കുറിച്ചാണെങ്കിൽ വളരെ തെറ്റിദ്ധരിക്കുക. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും ഈ ട്രോളും മറ്റെല്ലാം കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചു കോമാളി അങ്ങനെയാണ് വിചാരിക്കണം. അങ്ങനത്തെ പ്രശ്നമല്ല ഞാൻ, തെറ്റിദ്ധാരണയാണ്. എന്തായിരിക്കും മെയിൻലി ഇപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ അല്ല, എനിക്കറിയാം ഞാൻ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല എനിക്കറിയാം. ഇവർ കാണുന്ന രീതിയിലാണ് അത് ധർമ്മസങ്കടം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ലൈഫിൽ ആരാണ് ഒരു റോൾ മോഡൽ, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്? പേഴ്സണലി ഫാദറാണ്. എനിക്കൊരു വേറെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ അങ്ങനെ ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റിയാണ് ആഗ്രഹിച്ചത്. പക്ഷേ കോമാളി ആയിട്ടാണ് മാറിയത്. ആഗ്രഹിച്ചത് വേറെ, വന്നെത്തിയത് വേറെ അല്ലേ? ഒരു ആൽബർട്ട് ഐൻസ്റ്റീനെ ശ്രമിച്ചത് ഞാൻ അവസാനം ചാർലി ചാപ്ലിനെ മാറി. ഓക്കെ, രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, രാഷ്ട്രീയം വീക്ഷിക്കാറുണ്ട്, താല്പര്യമില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റിയ ആൾ ഞാൻ പറയുന്നത് അലൻ ജോസ് പെരേരയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റിയ ആൾ. കരിക്കൽ നീക്കാനും മറുകണ്ടും ചാടാനും മറ്റെല്ലാം പുള്ളിക്ക് നല്ല കഴിവാണ്. രാഷ്ട്രീയ പോളിസി വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പഴയ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, പഴയ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമാണ്. എന്താണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പഴയത് പുതിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആ ഒരു പറയുന്നത് പഴയത് പുതിയത്? കമ്മ്യൂണിസ്റ്റമാണ് മൊത്തത്തിൽ. അതായത് ഇപ്പൊ പഴയ കമ്മ്യൂണിസ്റ്റുകാർ വളരെ മനുഷ്യത്വമുള്ളവരും വളരെയധികം വിവരമുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ഒന്നല്ല. അധികം പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവനോടേക്കില്ല. ഓക്കെ, അതായത് ലൈഫിൽ ഇപ്പം ഇത്രയും പ്രായത്തിലിടയ്ക്ക് ഏറ്റവും നല്ലൊരു ദിവസം, അതുപോലെ ഏറ്റവും നല്ലൊരു ദിവസം, അതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരു ദിവസം, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ്, ഏറ്റവും നന്നായിട്ട് നടന്നുള്ളതും ഏറ്റവും മോശമായിട്ട് നടന്നുള്ളതും ഒരു മൊമെൻറ്റ് എന്താണ്? ചില ദിവസം വളരെ ഹാപ്പിയാണ്, ചില ദിവസം വളരെ നെഗറ്റീവാണ്. ഞാൻ മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വിഷമിച്ച ദിവസം ഫാദർ മരിച്ച ദിവസമാണ്. ഏറ്റവും സന്തോഷിച്ച ദിവസം അങ്ങനെ കുറേ ഒരു ഡേ അല്ല, പല ഡേയ്സും ഉണ്ടാകും. എന്നാലും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സന്തോഷമുള്ള ഒരു ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസം പറയാൻ പറ്റില്ല. വിഷമിച്ച ദിവസങ്ങളാണ് കൂടുതലും. ഏറ്റവും കൂടുതൽ വിഷമിച്ച ദിവസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഫാദർ മരിച്ച ദിവസമാണ് ഏറ്റവും വിഷമിച്ചത്.